നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നൂലും ഭസ്മവും നേരത്തെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പറഞ്ഞതുപോലെ ചെയ്യണം. ഉദ്ദേശിച്ച കാര്യം നടക്കും. ഇത് കയ്യിൽ വെച്ചിട്ട് സംസാരിക്കരുത്. തൊട്ടുരിയാടാതെ വേണം കൊണ്ടുപോകാൻ. ഓ, നീ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കും. ഈ ജോത്സ്യനെ ആള് മഹാകേമന. നിനക്കെന്തു തോന്നുന്നു? കാര്യം ഫലിക്കുന്നു തോന്നുന്നില്ലേ? നിനക്കെന്താടി നാവ് ഇറങ്ങിപ്പോയോ? എടി, നീയും കൂടി ഉള്ളപ്പോഴല്ലേ ജോത്സ്യര് പറഞ്ഞേ തൊട്ടു ഉരിയാടാതെ വേണം ഇത് കൊണ്ടുപോവാന്ന്. ഓ ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല. എന്തായാലും നീ ഓർത്തല്ലോ. എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റുമോ? കാര്യം എന്റേതല്ലേ, ആവശ്യം എനിക്കല്ലേ. കോമളം, ജോത്സ്യം പറഞ്ഞ പോലെയൊക്കെ നടക്കുവോ? നടക്കൂടി. എനിക്ക് തന്നെ അനുഭവമുണ്ട് ഇതുപോലെ. എന്റെ കൂടെ വന്ന എത്ര പേരാ. കുറച്ചു മുമ്പാ ഒരു സ്ഥലത്തിന്റെ കാര്യമാണ്. ഞാൻ കൊണ്ടുപോയി ഒരാളെ കാണിച്ച സ്ഥലവാ. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിലയൊക്കെ പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു. അപ്പോഴുണ്ട് ദേ വരുന്നു വേറൊരു അമേരിക്കക്കാരൻ. മാർക്കറ്റ് വിലയല്ല, പൊന്നും വില കൊടുത്തെടുക്കാൻ ആള് റെഡി. അത് കൈവിട്ട് പോകുന്നു തന്നെയാ ഞാൻ വിചാരിച്ചത്. അറ്റ കൈക്ക് ആശാന്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു. ആശാൻ ഒരു പ്രയോഗം നടത്തി. അമേരിക്കക്കാരൻ ഉയരും കൊണ്ടുപോയി. കച്ചവടം നടന്നു. എനിക്കവര് നല്ല കമ്മീഷനും തന്നു. എന്റെ കാര്യത്തിലോ? അതിലും ഇതുപോലെ നടക്കുവോ? എന്താ സംശയം? നിന്റെ ഭർത്താവിന്റെ ആ ജാരസന്തതി ഉണ്ടല്ലോ. ജാരസന്തതി ഒന്നല്ല, സുരേട്ടനെ എടുത്തു വളർത്തിയതാ. അവളെ സൗപർണികയെന്നാ കിട്ടിയേ. ആ, എങ്ങനെ കിട്ടിയതായാലും ആ സന്തതി ഒന്നുകില് അവളെല്ലാം വിട്ടെറിഞ്ഞ് നാട് വിട്ടു പോവും, അല്ലെങ്കിൽ വല്ല വണ്ടിയുടെ അടിയിൽ തല വെച്ച് തീരും. രണ്ടായാലും നിനക്ക് ശല്യം ഒഴിയും. അത് മതി, അത്രയേ മതി. എങ്ങനെയെങ്കിലും എന്റെ കൺവട്ടത്തിന് അതൊന്ന് തൊലഞ്ഞു പോയാ മതി. ഇനിയിപ്പോ വേറൊരു പ്രശ്നമുണ്ട്. അതെന്താ? അല്ല, 10-16 കൊല്ലമായിട്ട് ഈ കൊച്ചു എന്റെ അടുത്തുണ്ട്. ഈ കാലത്തിനിടയിൽ ഞാൻ അവക്കൊരു കരിവള പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ ഈ ജപിച്ച ചരടും കൊണ്ട് ചെല്ലുമ്പോ അത് വാങ്ങുവോ കയ്യിൽ കെട്ടുമെന്നൊന്നും ഉറപ്പില്ല. ദ്രോഹിക്കാനുള്ള ശ്രമമാണെന്നൊരു സംശയം തോന്നിയാലും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അത് പ്രശ്നമാണ്. ഒരു കാരണവശാലും ആ പെണ്ണ് നിന്നെ വിശ്വസിക്കാനിടയില്ല. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായാ പിന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കൂലല്ലോ. നീ ഒരു വഴി പറയൂ കോമളം. അവൾക്ക് മാത്രം ചരട് കെട്ടിയാലല്ലേ അവളെ ദ്രോഹിക്കാനുള്ള ശ്രമമാണെന്ന് ചിന്തിക്കൂ. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഒരു ചരട് മാത്രം കൊണ്ടുപോയി അവളെ മാത്രം വിളിച്ച് അവളുടെ കയ്യിൽ മാത്രം ചരട് കെട്ടിയാലല്ലേ സംശയം തോന്നുകയുള്ളൂ. അവളെ ഇല്ലാണ്ടാക്കാനല്ലേ നമ്മൾ ചരട് ജപിച്ചു വാങ്ങിയേ. അത് അവളുടെ കയ്യിൽ മാത്രമല്ലേ കെട്ടാൻ പറ്റൂ? അത് ശരി, ഈ ചരട് അവളുടെ കയ്യിൽ മാത്രമേ കെട്ടാൻ പറ്റൂ. പക്ഷേ ഇതുപോലെ ഒരു 4 ചരടും കൂടി വാങ്ങി ബാക്കിയുള്ള 4 പേരുടെ കയ്യിലും കൂടി കെട്ടിക്കൂടെ? അതെന്തിന്? അത് മറ്റൊന്നിനുമല്ല, സംശയം തോന്നാതിരിക്കാൻ. എല്ലാവർക്കും ചരട് കെട്ടുന്ന കൂട്ടത്തില് അവൾക്കും കെട്ടിയെന്ന് ഒരു തോന്നലുണ്ടാക്കാൻ. അങ്ങനെ ചെയ്യുമ്പോഴേ അവളെ ദോഷപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തുന്ന് ആരും വിചാരിക്കില്ലല്ലോ. ഓ, ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടിയേ. എന്നാ വാ പോവാം. തൊട്ടുരിയാടാതെ അതും എടുത്ത് എന്റെ കൂടെ വാ. ആ ജംഗ്ഷനിലെ കടയിലെ ജോത്സ്യം ജപിച്ചു തന്നതുപോലത്തെ നൂല് വാങ്ങാൻ കിട്ടും. ഞാനിതുപോലെ 4 എണ്ണം കൂടി വാങ്ങിത്തരാം. വാ. ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ തിരക്കുകയാണെന്നോ? നീ എവിടെ പോയതാ? നീ ഇതെന്തായി കാണിക്കണേ? കഥകളി പഠിക്കാനോ വല്ലതും പോയോ? ഇതെന്താ ഈ കുട്ടി കാണിക്കണേ? എന്റെ ദേവി, എന്റെ അമ്മേ, ഞാനൊരു ജോത്സ്യരെ കാണാൻ പോയതാ. അയാള് എല്ലാവർക്കും ഓരോ ചരട് ജപിച്ചു തന്നു.
തൊട്ടുരിയാടാതെ എല്ലാവർക്കും കെട്ടെന്നാ എന്നോട് പറഞ്ഞേ. അതുകൊണ്ടല്ലേ? ആ അത് ശരി. നിന്റെ ആംഗ്യവും മുഖാഭിനയും ഒക്കെ കണ്ടപ്പോ ഞാൻ എന്തോ തെറ്റിദ്ധരിച്ചു. ഞാൻ എവിടെയോ പോയിട്ട് കഥകളിയും പഠിച്ചിട്ട് വന്നു എന്ന് വിചാരിച്ചു അല്ലേ? ഇനി അതിന്റെ കുറവും കൂടി ഉള്ളൂ. ബാക്കിയെല്ലാം കൂടി പഠിച്ച് തികഞ്ഞല്ലോ. വയസ്സാം കാലത്ത് അമ്മയുടെ ഒരു